ആണോ? ഞാൻ കഴിയുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോ അവര് പറഞ്ഞ് കണക്ട് ചെയ്യാന്ന്. ഇത് ഷോയിലാണ്. ആണോ? അയ്യോ, ഞാനിവിടെ ബ്രേക്ക് ആയി. ഞാൻ ചക്കി വീട്ടിൽ നിന്ന് വിളിക്കണം. അല്ല, ഒരു മിനിറ്റ്, എന്താ പറയണ്ടേ? ജനമേട്ട നമസ്കാരം, ഞാൻ പൂർണിമയാണ്. നമസ്കാരം. ജനമേട്ട, ഇത് ആക്ച്വലി എന്താ അറിയോ, നമ്മുടെ ഈ പ്രോഗ്രാമിൽ അശ്വതി ചേച്ചിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ കുറെ വ്യക്തികൾ വന്നിട്ടുണ്ട്. ജയറാമേട്ടനെ വളരെയധികം മിസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടെങ്കിലും ജയറാമേട്ടൻ ഒരു ബൈറ്റ് അല്ലെങ്കിൽ ഒരു ഫോൺ മെസ്സേജ് കിട്ടിയെങ്കിൽ അത് സന്തോഷമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ടാണ് വിളിച്ചത്. അല്ല, എന്നോട് നേരത്തെ അങ്ങനെ വരണമെന്ന് പറഞ്ഞിരുന്നില്ല. ഞാൻ ഡബിങ് തിയേറ്ററിലാണ്. ഞാനപ്പോ മോളെ വേണമെങ്കിൽ ഉച്ചയ്ക്ക് അവിടെ പോയി വിളിക്കണമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അപ്പളാ കണക്ട് ചെയ്തത്. എന്തായാലും നന്നായി സംഗതിയൊക്കെ. ചേച്ചി പറയും ഷോയിൽ എന്താ പറയണ്ടെന്ന് വെച്ചാ പറയാം. എന്നെ പറ്റി നന്നായിട്ട് പോയിട്ട് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ വീട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണമില്ല. അതെ. ആണോ? അപ്പൊ ഞാൻ സോറി പൂർണ്ണ, ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് 2 മിനിറ്റിൽ വിളിക്കാം. അപ്പാ, എന്നെ പറ്റി പറയാൻ എന്തിനു പ്രിപ്പറേഷൻ? ഇപ്പൊ കണക്ട് ചെയ്തിട്ട് ഇപ്പൊ അകത്തേക്ക് കണക്ട് ചെയ്തേ. ഇപ്പൊ കണക്ട് ചെയ്ത് എല്ലാരും കേട്ടോണ്ടിരിക്കാം. ഇല്ല, അത് നമ്മൾ കൺസോൾ വേണ്ട ചെയ്തോളൂ. താങ്ക് യു ജയറാമേട്ട. ഞാൻ വിളിക്കാം. ശരി, താങ്ക് യു ജയറാം. താങ്ക് യു. നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് ഗുരുവായൂർ കല്യാണത്തിൽ കുറെ ആൾക്കാരാണ്. റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു എല്ലാരും. പക്ഷെ ഇത്രയും പേര് ഞാൻ വിളിക്കാതെ എത്ര ദിവസം മുമ്പ് അവരവിടെ വന്ന് താമസിച്ച് കല്യാണത്തിന് വന്നതാണെന്നറിയാം. ശരിക്കും ഞാൻ അന്ന് കരഞ്ഞുപോയി. ഇത്രയും ആൾക്കാരുടെ സ്നേഹം കൂടെ. ജയറാം പറയും എവിടെ പോവാണെങ്കിലും ജയറാമിനെ കാണാൻ പാർവതി എങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ മോൻ എങ്ങനെ ഇരിക്കുന്നു, മോളെങ്ങനെ, എല്ലാവരുടെയും പേരും നക്ഷത്രം ഒക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവരും വീട്ടിലുള്ളവരെ പറ്റി അന്വേഷിക്കുന്ന പോലെയാണ് അന്വേഷിക്കുന്നത്. നമ്മളൊന്നും ചെയ്തു കൊടുത്തിട്ടൊന്നും അല്ല, പക്ഷെ അവരുടെ സ്നേഹം ഒരു അച്ചീവ്മെന്റ് ആണ് അത്. രാവിലെ പോവാന്ന് പറഞ്ഞിറങ്ങിയത്. അയ്യോ, ഇവിടെ അതല്ല, ഞാൻ ഭാര്യയെ കുറിച്ച് പറയണെങ്കിൽ ഇത്ര നേരം ആലോചിക്കണമെന്ന് നീ ചോദിച്ചില്ലേ? അല്ല, ജയറാമേട്ടൻ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ അടുത്ത് ഫോൺ ബൈക്ക് എന്താ പറഞ്ഞ, ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇപ്പൊ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ലേ ജയറാമേട്ട? ഇനിയിപ്പോ പറയേണ്ടത് ഒരുപാട് എല്ലാരും പറഞ്ഞപ്പോ ശരിക്കും ഞാൻ അതിന്റെ മുകളിൽ നിന്റെ കണ്ണ് നിറഞ്ഞു. പ്രത്യേകിച്ച് അമ്മ, ഇവരൊക്കെ പറയുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം. തുടക്കം തൊട്ട് ലളിത ചേച്ചിയൊക്കെ തുടക്കം തൊട്ട് ഭരതേട്ടനുള്ളപ്പോൾ ആ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും. സ്വന്തം വീട്ടിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു വീടാണ്. പിന്നെ റിസ പറഞ്ഞ പോലെ റിസയുടെ സെറ്റിൽ നിന്നൊക്കെ ഞാൻ ആക്ച്വലി കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയത്. റിസ പറയുന്നത് ഞാൻ അവിടെ മുകളിൽ നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് പാലക്കാട് തൊടുപുഴ എവിടെയായിരുന്നു? മണ്ണാർക്കാട്. പിന്നെ ടീച്ചറിനെ ഞാൻ എന്താ പറയാ, ടീച്ചറിനെ പല രീതിയിൽ ഞാൻ കളിയാക്കാറുണ്ട്. ഇങ്ങനെ അല്ലല്ലേ, ഞാൻ കളിയാക്കാറെന്ന് വെച്ചാൽ ടീച്ചർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും എന്റെ സ്റ്റുഡൻസ് കുട്ടിയോള് എന്താ ഈ കുട്ടിയോള് പറഞ്ഞാൽ കേൾക്കാതെ. ഞാൻ കുട്ടിയോളോ തള്ളാര്, ഇവിടെ 5 പേര് പഠിക്കുന്നുണ്ട് അവിടെ. എല്ലാം 3-4 പിള്ളേരായ ആൾക്കാർ. എന്റെ കുട്ടിയോള് തമ്മിൽ വഴക്ക് തന്നെ. കുട്ടിയോളെന്നൊക്കെ ടീച്ചർ പറഞ്ഞു കേട്ടതിൽ കുഞ്ഞി കുട്ടികൾ പഠിക്കുന്നുണ്ടോ? ഞാൻ ഇനി ഒരു തള്ളാരിനെ പറയാം. അങ്ങനെ പലതും പറഞ്ഞ് ടീച്ചറെ കളിയാക്കാം. പക്ഷെ അശ്വതിയുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം, സ്വപ്നം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ കുട്ടിക്കാലം തൊട്ട് എനിക്ക് ചെണ്ട, മേളം അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് 4 പേര് ഇരിക്കുന്ന ഒരു സദസ്സിൽ അവതരിപ്പിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയാൽ മാത്രമാണ് അത് പഠിക്കുന്നതിലുള്ളൂ. കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് പാർവതി എന്താ അഭിനയിപ്പിക്കാത്തത്, എന്താ വീട്ടിലിങ്ങനെ ഇരുത്തിയിരിക്കും. അപ്പൊ എനിക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നാറുണ്ട്. അതന്നെയല്ല, ജയറാം അഭിനയിക്കാൻ